ഇൻട്രാനെറ്റും ഇൻ്റർനെറ്റും. സോ ഇൻ്റർനെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്ലോബലി കണക്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനിക്കകത്ത് മാത്രം കാണുന്ന ഒരു ലോക്കൽ ലാനിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. കമ്പനിക്കകത്ത് മാത്രം ഒരു നെറ്റ്വർക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കമ്പനിക്കകത്ത് അവരുടേതായ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ആ സോഫ്റ്റ്വെയർസ് ആ ഒരു കമ്പനിക്കകത്തുള്ള യൂസേഴ്സിന് മാത്രം ഉപയോഗിച്ചാൽ മതി. അതിന് പുറത്തുള്ള പബ്ലിക്കലി ഉള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കേണ്ട. അപ്പം പബ്ലിക്കായിട്ട് ഒരാൾക്ക് ഒരു കാര്യം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അത് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്താൽ മാത്രമേ പബ്ലിക്കലി ആൾക്കാർക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. അതേസമയം ലോക്കലി നമ്മളുടെ ഫയൽ ഷെയറിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോക്കൽ യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് മാത്രം അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിനെ നമ്മൾ ഇൻട്രാനെറ്റ് എന്നാണ് പറയുന്നത്. അപ്പം വിത്തിൻ ആ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻട്രാനെറ്റ് വെബ്സൈറ്റ് എന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ഇൻട്രാനെറ്റ് ആപ്ലിക്കേഷൻ എന്നായിരിക്കും നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കമ്പനിയുടെ ഇപ്പം അറ്റൻഡൻസ് പോർട്ടലോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഇപ്പം ഇപ്പം കമ്പനിയുടെ തന്നെ ഒരു നോളജ് ബേസോ അല്ലെങ്കിൽ മാനുവലോ അല്ലെ വെയർ ഹൗസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിത്തിൻ ആ ഒരു ഓർഗനൈസേഷനകത്ത് മാത്രം ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതെല്ലാം ഇൻട്രാനെറ്റ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഇൻ്റർനെറ്റ് ഉണ്ട്. ഇൻ്റർനെറ്റ് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ്, പബ്ലിക് ആണ്. ഇൻട്രാനെറ്റ് പ്രൈവറ്റ് ആണ്. വിത്തിൻ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് റെഫർ ചെയ്യുന്നത്.